ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനാചരണം നടന്നു. ഷിഗല്ല രോഗബാധ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി പി.സി. വിഷ്ണുനാഥിന്റെ നിർദ്ദേശാനുസരണം ആരോഗ്യവകുപ്പിന്റെയും ശുചിത്വ മിഷന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ പകർച്ചവ്യാധി ബോധവൽക്കരണ ദിനാചരണം നടന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂൾ അസംബ്ലിയിൽ പകർച്ചവ്യാധി ശുചിത്വ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങിയ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ഇഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. പകർച്ചവ്യാധി കൂടുതലായുള്ള കോന്നിയിലെ തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. വനാതിർത്തിയിലെ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും. കിണറുകൾ ക്ലോറിനേഷൻ നടത്തും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ വിപുലമായ പരിശോധനയും ഉണ്ടാകും. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ 2 കുട്ടികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ കുട്ടികളാണ് ഇവർ. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടാതെ ജില്ലയിൽ 2 കുട്ടികൾ കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുമുണ്ട്. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി തുടങ്ങിയവ പ്രധാന ലക്ഷണങ്ങളാണ്. 2 കുട്ടികളിലും പഴകിയ ഭക്ഷണമാണ് രോഗബാധയ്ക്ക് കാരണമായത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. രോഗബാധ സ്ഥിരീകരിച്ച കുട്ടികളും നിരീക്ഷണത്തിലുള്ള കുട്ടികളും തലേദിവസത്തെ പൊറോട്ടയും ചിക്കനും പപ്സും എന്നിവ കഴിച്ചിരുന്നതായി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതേ തുടർന്ന് ഭക്ഷണശാലകളിൽ പഴകിയ ഭക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ക്വാഡ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യ വഴിപാടുകൾ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. ഉത്രട്ടാതി ജലമേള ഓഗസ്റ്റ് 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേള എന്നിവയുമായി ബന്ധപ്പെട്ട് ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുമെന്ന് അബിൻ വർക്കി MLA പറഞ്ഞു. വിനോദസഞ്ചാരികൾക്കായി ഇൻഫർമേഷൻ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേളയുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പുമായി ചേർന്ന് വള്ളസദ്യയ്ക്ക് പ്രത്യേക ലോഗോ തയ്യാറാക്കും. വള്ളസദ്യയ്ക്ക് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. ഉത്രട്ടാതി ജലമേള, വള്ളസദ്യ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള ശുദ്ധത ഉറപ്പാക്കും. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കും. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹെൽത്ത് കാർഡ് നൽകും. മെഡിക്കൽ ടീമും ആംബുലൻസ് സൌകര്യവും മുഴുവൻ സമയവും ഉറപ്പാക്കും. മഫ്തിയിലും അല്ലാതെയും വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിക്കും. ഡ്രോൺ നിരീക്ഷണം, CCTV എന്നിവ ഏർപ്പെടുത്തും. കോന്നിയിൽ 13 വയസ്സുകാരിയുടെ വ്യാജ പീഡന കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. വിദ്യാർത്ഥിനിയെ സഹപാഠികളും പുറത്തുനിന്നുള്ളവരും ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസ് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേസിൽ സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതുൾപ്പെടെയുള്ള ആരോപണവും ഉയർന്നിട്ടുള്ളത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ വഴിയാണ് വിദ്യാർത്ഥിനിയുടെ പീഡന പരാതി ആദ്യം പോലീസിന് ലഭിക്കുന്നത്. പെൺകുട്ടി നൽകിയ പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപാഠികളായ 4 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആദ്യം പെൺകുട്ടി നൽകിയ മൊഴികളിലും പിന്നീട് വനിതാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകിയ മൊഴികളിലും കടുത്ത വൈരുദ്ധ്യമുണ്ടായതോടെയാണ് പരാതി വ്യാജമെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്ത 6 പേരെയും പോലീസ് താത്കാലികമായി വിട്ടയച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.